കോഴിക്കോട് ജില്ലയിലും ശക്തമായ മഴ തുടരുകയാണ്. ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. താമരശ്ശേരിയിലും വെള്ളിപ്പറമ്പിലുമായി 2 വീടുകൾ തകർന്നു. ഒടുംപ്രയിലും ചാലപ്പുറത്തും കിണറുകൾ ഇടിഞ്ഞു. കോഴിക്കോടും അതിശക്തമായ മഴയാണ് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വലിയ രീതിയിൽ വെള്ളത്തിലാകുന്ന സ്ഥിതിയാണുള്ളത്. ജില്ലയുടെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുമുണ്ട്. താമരശ്ശേരിയിലും അതുപോലെ തന്നെ വെള്ളിപ്പറമ്പിലുമായി 2 വീടുകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. ഒടുംപ്രയിലും ചാലപ്പുറത്തുമാണ് കിണറുകൾ ഇടിഞ്ഞുള്ള അപകടം കൂടി ഉണ്ടായത്. ഈ അപകടങ്ങളിലൊക്കെ തലനാരിഴക്കാണ് ആളുകൾ രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു വീട് ഇടിഞ്ഞുള്ള അപകടം വെള്ളിപ്പറമ്പിൽ ഉണ്ടായത്. കുടുംബം അവിടെ ഉറങ്ങിക്കിടക്കവെയാണ് അടുക്കള ഭാഗം ഉൾപ്പെടെ താഴേക്ക് പതിക്കുന്ന വലിയ ദുരന്തമുണ്ടായത്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, കോഴിക്കോട് സ്ഥിതി എന്താണ്? ഇപ്പോഴും അതിശക്തമായ മഴയാണോ? ദിവ്യ, കോഴിക്കോട് ജില്ലയിലെ നഗരപ്രദേശത്ത് മഴയ്ക്ക് അല്പം ശമനമുണ്ട്. എന്നാൽ മലയോര മേഖലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. പക്ഷേ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും നഗരഭാഗത്തെ വെള്ളക്കെട്ടുകൾക്ക് ഇപ്പോഴും ഒരു കാര്യമായ കുറവൊന്നും വന്നിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കക്കോടി ഭാഗത്താണ്. നമുക്കിപ്പോൾ കാണാം, ഈ ഭാഗത്തെ നിരവധി വീടുകളിലേക്കാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. കക്കയം ഡാം തുറന്നിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കുറ്റ്യാടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ടാണ് ഇങ്ങനെ പൂനൂർ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലും വെള്ളം ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വീട്, അതുപോലെ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ വലിയ രീതിയിലാണ് വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നടുഭാഗത്ത് കൂടെ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്. ആ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിക്കൊണ്ട് നിരവധി കുടുംബങ്ങളുമുണ്ട്. പക്ഷേ ആ കുടുംബങ്ങളെയൊക്കെ തന്നെ അവിടെ താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ആളുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ ഉൾഭാഗത്ത് ഏതാനും കുടുംബങ്ങൾ അകപ്പെട്ടിട്ടുണ്ട്. അവരെ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഡിങ്കി ബോട്ട് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഡിങ്കി ബോട്ടിൽ ഈ ആളുകളെയൊക്കെ തന്നെ കയറ്റി അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് വെള്ളിമാട് കുന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 30 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. താമരശ്ശേരി, അതുപോലെ വടകര, കൊയിലാണ്ടി, കോഴിക്കോട് ഇങ്ങനെ 4 താലൂക്കുകളിലായിക്കൊണ്ടാണ് ഈ 30 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. അതിൽ ഏറ്റവും അധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് താലൂക്കിലാണ്. ഇവിടെ 24 ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 30 ദുരിതാശ്വാസ ക്യാമ്പുകളിലായിക്കൊണ്ട് 862 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ തന്നെ എത്തിക്കുന്നുണ്ട്. വെളിച്ച സംവിധാനങ്ങളൊക്കെ തന്നെ നിലവിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റേ തരത്തിലുള്ള അപാകതകളോ അല്ലെങ്കിൽ അവിടെ നിന്ന് പരാതികളോ ഒന്നും നിലവിൽ ഉയരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മഴ കൂടുതൽ വരികയാണ് എങ്കിൽ ഇനിയും വെള്ളം ഉയരും. അങ്ങനെ വന്നാൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ ഭാഗത്തൊക്കെ വീടുകളിലേക്ക് ഇതിനോടകം തന്നെ വെള്ളം എത്തിയിട്ടുണ്ട്. ആ ആളുകളൊക്കെ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ ഇനിയും വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ പ്രദേശത്തെ കുറച്ച് മുകൾ ഭാഗത്തായിട്ടുള്ള വീടുകളെ ഉൾപ്പെടെ അത് ബാധിക്കും. അങ്ങനെയെങ്കിൽ ആ ഭാഗത്തുള്ള ആളുകളെ കൂടി ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടതായി വരും. നിലവിൽ 2 വീടുകളാണ് നഗരമധ്യത്തിൽ ഇന്ന് തകർന്നു വീണത്. ഒന്ന് കുറ്റിക്കാട്ടൂർ വെള്ളിപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള നൌഷാദിന്റെ വീട് ഇന്ന് പുലർച്ചയോടുകൂടി വീണിരുന്നു. അതുപോലെ തന്നെ നടക്കാവ് ഭാഗത്ത് അജയ് കുമാർ എന്ന വ്യക്തിയുടെ വീടും ഇന്ന് തകർന്നു വീഴുകയുണ്ടായി. ഭാഗത്തുള്ള ആളുകളൊക്കെ തൽക്കാലം അവരുടെ അയൽവാസികളുടെ വീടുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ സാധന സാമഗ്രികളൊക്കെ തന്നെ നശിച്ചിട്ടുണ്ട്. ബാക്കി ശേഷിച്ച സാമഗ്രികളൊക്കെ തന്നെ അയൽവാസികളുടെ വീടുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഈ മഴ തുടരുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ രീതിയിൽ ഈ പുഴയോരത്തെ ഭാഗത്തൊക്കെ കാര്യമായ രീതിയിൽ തന്നെ അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ചാലിയാറും അതുപോലെ തന്നെ ഇരുവഴിഞ്ഞി പുഴയുമൊക്കെ കര കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടവും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളും നൽകുന്നുണ്ട്. വെള്ളത്തിൽ ഇറങ്ങാനോ മീൻ പിടിക്കാനോ ഒന്നും പാടില്ല, കുളിക്കാനും ഇറങ്ങരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം ഉയർന്നത് കാണുമ്പോൾ ഫോട്ടോ എടുക്കാനും മറ്റുമൊക്കെ ആളുകൾ എത്താറുണ്ട്. അത്തരം നടപടിയൊന്നും ഉണ്ടാകരുത്, അതൊക്കെ ശിക്ഷാർഹമാണ്, കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അതൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഈ പുഴയൊക്കെ കടന്നു വേണം, തോടൊക്കെ കടന്നു വേണം അവർക്ക് വിദ്യാലയങ്ങളിലേക്ക് പോകാൻ. എന്നാൽ ഇപ്പോൾ ഈ വിദ്യാലയങ്ങൾക്ക് അവധി നൽകിയത് വലിയൊരു ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നവരെ ക്വാറിയോ മറ്റു തരത്തിലുള്ള ഖനന പ്രവർത്തനങ്ങളോ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്തായാലും നഗരമേഖലയിൽ മഴയ്ക്ക് നേരിയൊരു ആശ്വാസമുണ്ട്. അതേസമയം മലയോര മേഖലയിൽ അതിശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുമുണ്ട്. ദിവ്യ.